അടുത്തതാണ് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ് ഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞത് വേർഡ്. അതായത് കട്ടിങ് ഓഫ് ട്രീസ്, അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഒരുപാട് മരങ്ങളെ നശിപ്പിക്കുന്നതാണ് നമ്മൾ പറയുന്ന ഡീഫോറസ്റ്റേഷൻ. സോ റിമൂവൽ ഓഫ് ട്രീസ് ആണ് നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മളതിനെ കട്ട് ഡൗൺ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, ഒരു ഫോറസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഏരിയനെ കൺവേർട്ട് ചെയ്ത് നോൺ ഫോറസ്റ്റ് ആക്കി മാറ്റുമ്പോഴാണ് എന്താ പറയുക ഡീഫോറസ്റ്റേഷൻ, റിമൂവൽ ഓഫ് ഫോറസ്റ്റ്. സോ കൺവേർഷൻ ഓഫ് എ ഫോറസ്റ്റഡ് ഏരിയ, ഒരു ഫോറസ്റ്റഡ് ഏരിയനെ നോൺ ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റുമ്പോഴാണ് അത് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ കണക്കിന് ഒരു എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ ഒരു അക്കോർഡിംഗ് ടു ദ എസ്റ്റിമേറ്റ് ഓൾമോസ്റ്റ് 40% ഫോറസ്റ്റ് ട്രോപ്പിക്കൽ റീജിയനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ സമയം ടെമ്പറേറ്റ് റീജിയനിൽ 1%. സോ 40% ഓഫ് ഫോറസ്റ്റ് അക്കോർഡിംഗ് ടു ദ എസ്റ്റിമേറ്റ് പ്രകാരം, കണക്ക് പ്രകാരം പറയുന്നത് 40% ഫോറസ്റ്റുകൾ ട്രോപ്പിക്സിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാണ്ടായിട്ടുണ്ട്. അതേസമയം ടെമ്പറേറ്റ് റീജിയനിൽ കമ്പയർ ചെയ്യുമ്പോൾ 1%. സോ ടെമ്പറേറ്റ് റീജിയനിൽ 1% ഫോറസ്റ്റ് നഷ്ടപ്പെട്ടത് നമ്മൾ ആരായിട്ട് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്സിൽ 40% ഫോറസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. സോ ഈ ഒരു പ്രസന്റ് സെനാരിയോ, ഈ ഒരു സ്ഥിതി ഇങ്ങനെ നോക്കുമ്പോൾ ഡീഫോറസ്റ്റേഷൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യയിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥ നമ്മൾ കാണുന്നത്. ഈ ഇങ്ങനത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത്. സോ അറ്റ് ദ ബിഗിനിങ് ഓഫ് 20th century, സോ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫോറസ്റ്റ് കവർ ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ 30%. സോ ഫോറസ്റ്റ് കവേർഡ് 30% ഓഫ് ലാൻഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ലാൻഡിന്റെ 30% ഈ 20th centuryയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ എൻഡ് ഓഫ് ദ സെഞ്ചുറി, ആ സെഞ്ചുറിയുടെ അവസാനമായപ്പോഴേക്കും ഇത് ചുരുങ്ങി വെറും 19.4% അത് കുറഞ്ഞു, അതായത് ചുരുങ്ങി. സോ 20th centuryയുടെ ബിഗിനിങ്ങിൽ ഫോറസ്റ്റ് എത്രയാണ് പറയുക 30% ഓഫ് ദ ലാൻഡ്. ഇന്ത്യയിലെ ലാൻഡിൽ 30% എന്തായിരുന്നു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. എന്നാൽ എൻഡ് ഓഫ് ദ സെഞ്ചുറി, ഈ സെഞ്ചുറിയുടെ അവസാനമായപ്പോഴേക്കും ഇറ്റ് ഷ്രങ്ക് ടു ചുരുങ്ങി എത്രയും 19.4 19.4% വളരെയധികം ഈ ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞു. എന്നാൽ നാഷണൽ ഫോറസ്റ്റ് പോളിസി റെക്കമെൻഡ് ചെയ്യുന്നത് നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് ഇന്ത്യ 1988 നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് 33% ഫോറസ്റ്റ് പ്ലെയിൻ ഏരിയയിലും 67% ഓഫ് ഫോറസ്റ്റ് ഹിൽ ഏരിയയിലും കാണണമെന്നാണ്. സോ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 പ്രകാരം നമുക്ക് പ്ലെയിൻ റീജിയനിലെ 33% ഫോറസ്റ്റും ഹിൽ ഏരിയയിൽ 67% ഫോറസ്റ്റിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഈ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത് ഇന്ത്യയിലാണ്. കൂടുതൽ അർബനൈസേഷൻ കാരണം, നഗരവൽക്കരണം കാരണം, അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ് കാരണം. സോ 30% ലാൻഡ് ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിട്ട് ഇപ്പോൾ അതുകൊണ്ട് ചുരുങ്ങി വെറും 19.4% ഫോറസ്റ്റ് ഏരിയ കുറയാൻ തുടങ്ങി. സോ എങ്ങനെയാണ് ഈ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത്? ഹൗ ഡസ് ദിസ് ഡീഫോറസ്റ്റേഷൻ ഒക്കർ? എന്തായിരിക്കും ഈ ഡീഫോറസ്റ്റേഷൻ നടക്കാനുള്ള കാരണം? ഒരുപാട് ഹ്യൂമൻ മെയ്ഡ് ആക്ടിവിറ്റീസ്, നമ്പർ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അത്രയധികം ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ് ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നത്. സോ ഒരു നമ്പർ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ഈ ഡീഫോറസ്റ്റേഷന് കാര്യമായിട്ടുള്ള സംഭാവന നൽകിയത്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ടു അഗ്രികൾച്ചറൽ ലാൻഡ്. ഈ ഫോറസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കിയിട്ട് ഹ്യൂമൻ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് ഫോറസ്റ്റിനെ മാറ്റിയത്, കൺവേർട്ട് ചെയ്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റീസൺ ഏതിൻ്റെ ഡീഫോറസ്റ്റേഷൻ്റെ. അതുപോലെ തന്നെ നമ്മൾ മരങ്ങളെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. സോ ടിമ്പർ, ഫയർവുഡ്, അല്ലെങ്കിൽ കാറ്റിൽ റാഞ്ചിൽ, ഇങ്ങനെ ഒരുപാട് മറ്റ് പർപ്പസുകൾക്കൊക്കെ നമ്മൾ മരങ്ങളെ ഒരുപാട് കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ഡീഫോറസ്റ്റേഷന് കാരണമായിട്ടുണ്ട്. സോ റീസൺസ് ഫോർ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ
ആക്ടിവിറ്റീസിൽ ഏറ്റവും മെയിൻ ആക്ടിവിറ്റി മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് റീസൺ ഫോറസ്റ്റ് ഏരിയ കൺവേർട്ടഡ് ഇൻ ടു അഗ്രികൾച്ചറൽ ലാൻഡ്. സോ ഫോറസ്റ്റ് ഏരിയനെ മുഴുവൻ അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് ഹ്യൂമൻ പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ മുഴുവൻ അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് മാറ്റിയെടുത്തു. അതുപോലെ തന്നെ ഫോറസ്റ്റിലുള്ള മരങ്ങളെയൊക്കെ ടിംബർ, ഫയർവുഡ്, കാറ്റിൽ റാഞ്ച് അതിനൊക്കെ വേണ്ടി ഓവറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ ഡിഫോറസ്റ്റേഷന്റെ രണ്ടാമത് പിന്നെ എടുത്തു പറയാവുന്ന വേറൊരു റീസൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജിം കൾട്ടിവേഷൻ എന്ന് കോമൺ ആയിട്ട് പറയുന്നു. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജിം കൾട്ടിവേഷൻ അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് നടന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും അതും ഈ പറഞ്ഞ ഡിഫോറസ്റ്റേഷന് വലിയൊരു സംഭാവന. ഇതും കോൺട്രിബ്യൂട്ടഡ് ടു ഡിഫോറസ്റ്റേഷൻ. സോ ആസാം, ആന്ധ്രാപ്രദേശ്, അങ്ങനത്തെ നാഗാലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നടത്തിയതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജും കൾട്ടിവേഷൻ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജും കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ആ കൾച്ചറിൽ എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാര് അവിടെയുള്ള ഫോറസ്റ്റിലുള്ള മരങ്ങളെയൊക്കെ കട്ട് ഡൗൺ ചെയ്തു. എല്ലാ മരങ്ങളെയും കട്ട് ചെയ്ത് അതിലത്തെ പ്ലാന്റ് റിമൈനിങ്സുകളെയൊക്കെ കത്തിച്ചു കളഞ്ഞു. സോ ദേ കട്ട് ഡൗൺ ദ ട്രീസ് ഓഫ് ദ ഫോറസ്റ്റിലുള്ള എല്ലാ ട്രീകളെയും കട്ട് ചെയ്തു. അതിനുശേഷം അവിടെയുള്ള പ്ലാന്റ് റിമൈനിങ്സുകളെയൊക്കെ കത്തിച്ചു. ബേൺ ദ പ്ലാന്റ് റിമൈൻസ്. അങ്ങനെ ആ കത്തിച്ചതിൽ നിന്ന് കിട്ടുന്ന ചാരം, ദ ആഷ് ഈസ് യൂസ്ഡ് ഫോർ ഫെർട്ടിലൈസർ. ആഷിനെ ആ ചാരത്തിന് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുകയും ആ ലാൻഡിനെ പിന്നീട് ഫാമിങ്ങിനും കാറ്റിൽ ഗ്രേസിങ്ങിനും കന്നുകാലികളെ മേയ്ക്കാനും മാറ്റിയെടുത്തു. സോ ഈ പറഞ്ഞ ഫോറസ്റ്റിലുള്ള എല്ലാ മരങ്ങളെയും കട്ട് ചെയ്ത് അവിടെയുള്ള പ്ലാന്റ് റിമൈനിങ്സുകളെ കത്തിച്ച് അതിന്റെ ചാരം ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുകയും ആ ലാൻഡിനെ അഗ്രികൾച്ചറിനും അതുപോലെ ഫാമിങ്ങിനും കാറ്റിൽ ഗ്രേസിങ്ങിനും വേണ്ടിയും ഉപയോഗിക്കാനും തുടങ്ങി. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. കട്ട് ഡൗൺ ദ ട്രീസ്, ബേൺ ദ പ്ലാന്റ് റിമൈൻസ്, യൂസ് ദ ആഷ് ഫോർ ഫെർട്ടിലൈസർ. ആഷിനെ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നു, ലാൻഡിനെ ഫാമിങ്ങിനും കാറ്റിൽ ഗ്രേസിങ്ങിനും വേണ്ടി ഉപയോഗിച്ചു. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജും കൾട്ടിവേഷൻ. അതെവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് നടന്നത്. ഇങ്ങനെ ഈ ജും കൾട്ടിവേഷൻ കഴിഞ്ഞ് ആഫ്റ്റർ കൾട്ടിവേഷൻ ഈ ലാൻഡിനെ എന്ത് ചെയ്യുന്നു? കുറെ നാൾ ഉപയോഗിക്കാതെ അങ്ങനെ തന്നെ ഇടുന്നു. ദ ഏരിയ ഇസ് ലെഫ്റ്റ് ഫോർ സെവറൽ ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളോളം ആ ഏരിയനെ അങ്ങനെ തന്നെ ഉപയോഗിക്കാണ്ട് ഇടുകയും അതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുകയും ചെയ്തു. സോ അങ്ങനെയുള്ള ആ ലാൻഡിനെ റിക്കവർ ചെയ്യാനുള്ള ടൈം കൊടുത്ത് കുറെ നാൾ ഉപയോഗിക്കാണ്ടിരുന്നു. എന്നിട്ട് ഫാമേഴ്സ് ദെൻ മൂവ് ടു അതർ ഏരിയാസ്. വേറെ സ്ഥലങ്ങളിൽ പോയി റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. വേറെ ഫോറസ്റ്റിൽ പോയി അവിടുത്തെ മരങ്ങൾ കട്ട് ചെയ്യുന്നു, അവിടുത്തെ പ്ലാന്റ് റിമൈൻസുകൾ കത്തിക്കുന്നു, അവിടുത്തെ ആ കത്തിച്ചിട്ടുള്ള ആ ആഷിനെ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നു, ആ ലാൻഡിനെ ഫാമിങ്ങിനും കാറ്റിൽ ഗ്രേസിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നു. വൺസ് കൾട്ടിവേഷൻ കഴിഞ്ഞ ആ ലാൻഡ് ഉപയോഗിക്കാതെ അവിടെ വിടുന്നു കുറെ വർഷത്തേക്ക്, പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. സെയിം പ്രോസസ് ഇങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ ആദ്യകാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ജും കൾട്ടിവേഷൻ നടത്തുമ്പോൾ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞ ജും കൾട്ടിവേഷൻ പ്രിവാലന്റ് ആയിട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാലങ്ങളിലൊക്കെ ഇനഫ് ടൈം ഗ്യാപ്പ് അവർ കൊടുത്തിരുന്നു. ഓരോ കൾട്ടിവേഷൻ കഴിഞ്ഞ് അതിനെ റിക്കവർ ചെയ്യാനായിട്ട്, ആ ലാൻഡിനെ റിക്കവർ ചെയ്യാനായിട്ട് അവർ മതിയായ ഒരു സമയം അവർ കൊടുത്തു. ഇനഫ് ടൈം ഗ്യാപ്പ് ഓരോ കൾട്ടിവേഷൻ കഴിഞ്ഞ് ആ ലാൻഡ് റിക്കവർ ചെയ്യാനായിട്ട് മതിയായ സമയപരിധി അവർ കൊടുത്തിരുന്നു. എന്നാൽ ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് റിപ്പീറ്റഡ് കൾട്ടിവേഷൻ കൂടി. സോ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടുകയും കൾട്ടിവേഷൻ റിപ്പീറ്റഡ് ആയിട്ട് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ റിക്കവറി ഫേസിനുള്ള സമയം ഇല്ലാതെ വരികയും ഫൈനലി ഇത് ഒരു ഡീഫോറസ്റ്റേഷനിലേക്ക് ലീഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഡീഫോറസ്റ്റേഷൻ ഈ ജും കൾട്ടിവേഷൻ ഒരു കാരണമായത്. സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഏരിയനെ മുഴുവൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് ഡീഫോറസ്റ്റേഷന്റെ ഏറ്റവും വലിയ മേജർ ആയിട്ടുള്ള ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ പറഞ്ഞത് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അഥവാ ജും കൾട്ടിവേഷൻ. സോ ഈ ജും കൾട്ടിവേഷൻ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിൽ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഒരു വട്ടം ആ ലാൻഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ലാൻഡ് റിക്കവർ ചെയ്യാനുള്ള ഇനഫ് ടൈം പീരീഡ് ആദ്യകാലങ്ങളിൽ കൊടുത്തിരുന്നു. എന്നാൽ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഈ കൾട്ടിവേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും അതിന്റെ
ഫലമായിട്ട് റിക്കവറി ഫേസിനുള്ള സമയം ലഭിക്കാതെ വരികയും ഫൈനലി അത് ഡീഫോറസ്റ്റേഷനിലേക്ക് ഒരു കാരണമാവുകയും ചെയ്തു. സോ അടുത്തത് എന്താണ് ഈ ഡീഫോറസ്റ്റേഷന്റെ കോൺസിക്വൻസുകൾ, അനന്തര ഫലങ്ങൾ? ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ ഡീഫോറസ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധ്യതകൾ, എന്തൊക്കെ അനന്തര ഫലങ്ങളാണ് ഉണ്ടാവുക? കോൺസിക്വൻസ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ വളരെയധികം ഇൻക്രീസ്ഡ് ആവാൻ തുടങ്ങി. ബിക്കോസ് ആ മരങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മരങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഇല്ല. സോ അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ അവരുടെ ബയോമാസ് ആയിട്ട് ഉപയോഗിക്കും, ഫോട്ടോസിന്തസിസ് നടത്തി നമുക്ക് ഓക്സിജനെ തരികയും ചെയ്തേനെ. എന്നാൽ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി നടത്താനായിട്ട് അവിടെ പ്ലാന്റ്സ് ഇല്ലാണ്ട് പോയി, ബിക്കോസ് ഡീഫോറസ്റ്റേഷൻ. സോ ഡീഫോറസ്റ്റേഷന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞത് പ്ലാന്റ്സ് അല്ലെങ്കിൽ മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങി. ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് അവിടെ ഇല്ലാണ്ടായി. രണ്ടാമത്തത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി ഡ്യൂ ടു ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ. ഹാബിറ്ററ്റ് ഒക്കെ ഇല്ലാണ്ടായി, ഡിസ്ട്രക്റ്റഡ് ആയപ്പോൾ അത് ഇല്ലാണ്ടായപ്പോൾ അവരുടെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീട് ഇറ്റ് ഡിസ്റ്റർബ് ഹൈഡ്രോളജിക് സൈക്കിൾ. സോ ഡീഫോറസ്റ്റേഷന്റെ അടുത്ത കോൺസിക്വൻസ് തന്നെ ഹൈഡ്രോളജിക് സൈക്കിൾ, അതായത് വാട്ടർ സൈക്കിളിനെ അത് തടസ്സപ്പെടുത്താൻ തുടങ്ങി, അതിനെയും എഫക്ട് ചെയ്താൻ തുടങ്ങി. സോയിൽ ഇറോഷന് കാരണമായി. പിന്നീട് ഡിസർട്ടിഫിക്കേഷൻ, ഫൈനലി ഒരു ലാസ്റ്റ് എക്സ്റ്റെൻഡിൽ അത് എന്തായി മാറി? ഡെസേർട്ടായിട്ട് മാറുകയും ഡെസർട്ടിഫിക്കേഷനിലേക്കും ലീഡ് ചെയ്തു. സോ ഡീഫോറസ്റ്റേഷൻ നമുക്കുണ്ടാക്കുന്ന കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂട്ടുന്നു, അതുപോലെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നു ബിക്കോസ് ഓഫ് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ, ഹൈഡ്രോളജിക് സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, സോയിൽ ഇറോഷന് കാരണമാകുന്നു, ഫൈനലി അറ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് എക്സ്ട്രീം കേസിൽ നമുക്കത് ഡെസർട്ടിഫിക്കേഷനിലേക്കും അത് ലീഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഡീഫോറസ്റ്റേഷന്റെ അനന്തര ഫലങ്ങൾ അഥവാ കോൺസിക്വൻസസ്. ഇനി എന്താണ് റീഫോറസ്റ്റേഷൻ? സോ ഇതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റീഫോറസ്റ്റേഷൻ. റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫോറസ്റ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, വനങ്ങൾ അവിടെ നിലനിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് റീഫോറസ്റ്റേഷൻ. റീസ്റ്റോറിങ് എ ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റിനെ നമ്മൾ തിരിച്ച് റീസ്റ്റോർ ചെയ്യുക, തിരിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞ റീഫോറസ്റ്റേഷൻ. ബൈ പ്ലാന്റിങ് ട്രീസ് ആയിരിക്കാം. സോ ഒരു കാലത്ത് നിന്നിരുന്ന ആ വനം നശിച്ചതിന് ശേഷം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു വനമായിട്ട് ഫോറസ്റ്റായി നിന്നിരുന്ന സ്ഥലം അത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ വീണ്ടും ഒരു ഫോറസ്റ്റ് റീസ്റ്റോർ ചെയ്യുമ്പോൾ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ റീഫോറസ്റ്റേഷൻ ഒരുപക്ഷെ നാച്ചുറൽ ആയിട്ട് തന്നെ നടക്കാം. ഡീഫോറസ്റ്റേഷൻഡ് ആയിട്ടുള്ള ഏരിയ ഡീഫോറസ്റ്റഡ്, ആ ഫോറസ്റ്റഡ് ഏരിയ നോൺ ഫോറസ്റ്റഡ് ഏരിയ ആയിട്ട് മാറിയ ഭാഗം, അതായത് ആ ഡീഫോറസ്റ്റഡ് ഏരിയയില് വീണ്ടും മരങ്ങൾ അല്ലെങ്കിൽ വന്നേക്കാം, റീസ്റ്റോർ ചെയ്തേക്കണം, അത് നാച്ചുറലി നടന്നേക്കാം. പക്ഷേ എന്നാലും അതിനെ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ ട്രീസ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ, നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ റീഫോറസ്റ്റേഷൻ കുറച്ചുകൂടി സ്പീഡപ്പ് ആവുന്നു. ഇത് നമ്മൾ പ്ലാന്റ്സുകളെ നട്ടുപിടിപ്പിക്കുമ്പോൾ, റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ കൺസിഡറേഷൻ അവിടെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി, അവിടെ മുമ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്ന ബയോഡൈവേഴ്സിറ്റിനെ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്ത് കൊണ്ടായിരിക്കണം നമ്മുടെ ഈ ഓരോ പ്ലാന്റ്സും നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടത്. ആ പ്ലാന്റ്സിനെ ഓൾറെഡി ഡീഫോറസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയനെ പ്ലാന്റ്സിനെ റീസ്റ്റോർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റീഫോറസ്റ്റേഷൻ.